കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കണ്ടത് വെറുമൊരു വാക്കേറ്റമായിരുന്നില്ല. ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങളും അന്തസ്സും പണയപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് അമിത്ഷാ നൽകിയ പ്രഹരമായിരുന്നു. ഒരൊറ്റ ചോദ്യം. ആ ഒരൊറ്റ ചോദ്യത്തിന് മുന്നിൽ പകച്ചുപോയ പ്രതിപക്ഷ നേതാവ്. ഇന്ത്യയുടെ പ്രതിരോധ കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ നോക്കിയവർക്ക് ലഭിച്ച സർജിക്കൽ സ്ട്രൈക്ക് എന്താണ്? കാണുക. ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച ആ നിമിഷങ്ങൾ. ചർച്ച തുടങ്ങിയത് തന്നെ തീപ്പൊരി ചിതറിച്ചുകൊണ്ടായിരുന്നു. ബിജെപിയുടെ യുവതുർക്കി തേജസ്വി സൂര്യ സഭയിൽ അക്കമിട്ട് നിരത്തിയത് കോൺഗ്രസിന്റെ കാലത്തെ ചരിത്രപരമായ വീഴ്ചകളാണ്. 1962 ആക്സൈ ചിൻ ചൈനയ്ക്ക് താലത്തിൽ വെച്ച് കൊടുത്തതും അതിർത്തിയിലെ റോഡ് നിർമ്മാണങ്ങൾ ചൈനയെ പേടിച്ച് തടഞ്ഞു വെച്ച UPA സർക്കാരിന്റെ നയങ്ങളും അദ്ദേഹം തുറന്നുകാട്ടി. ഭാരതത്തിന്റെ സംസ്കാരത്തെയും സൈന്യത്തെയും അപമാനിക്കുന്നതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം എന്ന തേജസ്വിയുടെ വാക്കുകൾ പ്രതിപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഇതിന് മറുപടി നൽകാൻ എഴുന്നേറ്റ രാഹുൽ ഗാന്ധി പ്രയോഗിച്ചത് തികച്ചും അപക്വമായ ഒരു തന്ത്രമായിരുന്നു. മുൻപും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വലിയ അത്ഭുതമില്ല എന്ന് പറയുന്നതാകും സത്യം. മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം അദ്ദേഹം സഭയിൽ ഉയർത്തിക്കാട്ടി. ലഡാക്കിലെ ചൈനീസ് കടന്നുകയറ്റത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടെന്നും സർക്കാർ അത് പുറത്തിറക്കാൻ സമ്മതിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. പക്ഷെ അവിടെയാണ് രാഹുലിനെ തെറ്റിയത്. രാജ്യത്തിന്റെ സൈനിക മേധാവിയായിരുന്ന ഒരാൾ എഴുതുന്ന പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുമ്പ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് വാങ്ങണമെന്നത് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെ ഏത് ജനാധിപത്യ രാജ്യത്തിലെയും നിയമമാണ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തന്ത്രപ്രധാന വിവരങ്ങൾ തെരുവിലെ ചർച്ചാ വിഷയമാക്കാൻ ഒരു സൈനികനും അനുവാദമില്ല. ഈ നിയമം പോലും മനസ്സിലാക്കാതെയാണ് രാഹുൽ ഗാന്ധി ആ പുസ്തകം സഭയിൽ രാഷ്ട്രീയ ആയുധമാക്കി വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടിയത്. രാഹുൽ പുസ്തകം വായിക്കാൻ ശ്രമിച്ച നിമിഷം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എഴുന്നേറ്റു. സഭയിൽ പിൻ നിശബ്ദത. അമിത്ഷായുടെ ചോദ്യം ഇങ്ങനെയാണ്: മിസ്റ്റർ രാഹുൽ ഗാന്ധി, വിപണിയിൽ ഇറങ്ങാത്ത ആധികാരികതയില്ലാത്തൊരു രേഖ സഭയിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത്? ഇത് പബ്ലിക് ഡൊമൈനിലുണ്ടോ? ഇല്ലെങ്കിൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ താങ്കൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിട്ടുകൊടുത്തില്ല. രാജ്യത്തിന്റെ പ്രതിരോധം വെറും തമാശയല്ലെന്നും ഒരു മുൻ സൈനിക മേധാവിയെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് പക്വതയില്ലായ്മയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണെന്നും അദ്ദേഹവും ആഞ്ഞടിച്ചു. അമിത്ഷായുടെയും സ്പീക്കർ ഓം ബിർളയുടെയും കർശന നിലപാടിന് മുന്നിൽ രാഹുൽ ഗാന്ധി ആകെ പതറിപ്പോയി, വിയർത്തുപോയി. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന പേപ്പറുകൾ വിറയ്ക്കുന്നത് ക്യാമറകളിൽ വ്യക്തമായിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ രാഹുൽ പറഞ്ഞു, ഇത് പുസ്തകമല്ല, ഒരു മാഗസിനിൽ വന്ന റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത്. ഇതായിരുന്നു ഈ ദശകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തമാശ. 1 മിനിറ്റ് മുമ്പ് വരെ സൈനിക മേധാവിയുടെ ആത്മകഥ എന്ന് പറഞ്ഞ ആവേശത്തോടെ സംസാരിച്ചയാൾ തൊട്ടടുത്ത സെക്കൻഡിൽ അത് ഏതോ മാഗസിൻ റിപ്പോർട്ടാണെന്ന് തിരുത്തുന്നു. രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ രാഹുൽ ആശ്രയിക്കുന്നത് ഏതോ ഒരു ജേർണലിസ്റ്റ് എഴുതിയ ലേഖനത്തെയാണോ എന്ന ചോദ്യം ഉയരുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ നിലവാരം വീണ്ടും ചർച്ചയാവുകയാണ്. എന്ത് ചെയ്യാനാണ്, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി പോയില്ലേ അല്ലേ? ഈ തർക്കങ്ങൾക്കിടയിൽ രാജ്യം തിരിച്ചറിയേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഇന്ന് ഇന്ത്യയുടെ അതിർത്തികൾ പഴയതുപോലെയല്ല. അടിസ്ഥാന സൗകര്യ വികസനം കഴിഞ്ഞ 10 വർഷത്തിനിടെ അതിർത്തി ഗ്രാമങ്ങളിൽ നിർമ്മിച്ച റോഡുകളും തുരങ്കങ്ങളും എല്ലാം തന്നെ സൈന്യത്തിന് നൽകുന്ന കരുത്ത് അപാരമാണ്. ഗൽവാനിലെ മറുപടി എടുത്തു നോക്കിയാലും അവിടെയെല്ലാം ഇന്ത്യ വളരെ ഉയരത്തിൽ എത്തിയിരിക്കുകയാണ്.